നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഖതഅല്ലാഹു യദകി, ചില റിവായത്തിൽ യദൈകി, നിങ്ങളുടെ രണ്ട് കൈയും അല്ലാഹു മുറിച്ചു കളയട്ടെ എന്ന് നബി തങ്ങൾ ആയിഷ ബീവിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കിനർത്ഥം കൈ മുറിയട്ടെ എന്നൊന്നല്ല, അതൊരു ദേഷ്യത്തിന് പറയുന്ന അറബികളുടെ ഒരു വാക്കാണ് ഖതഅല്ലാഹു യദൈകി. എന്നിട്ട് നബി തങ്ങൾ ഒരൽപ്പം ദേഷ്യത്തിലായിരുന്നു. തങ്ങൾ ഇറങ്ങിപ്പോയി. ഫഖറജ ഫആദന ബിഹിന്നാസ് ഫതലബൂ, പള്ളിയിലേക്ക് ചെന്ന് നബി തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, ആ പിടികിട്ടാ പുള്ളിയായ ക്രിമിനൽ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ആളെ പിടിക്കണമെന്ന് പറഞ്ഞു. അയാളെ പിടിച്ചു, അയാളെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ നബി തങ്ങൾ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നബി തങ്ങൾ ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് വരികയാണ് റളിയല്ലാഹു അൻഹ. ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയം. ഫദഖല അലയ്യൻ നബി, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ റൂമിലേക്ക് കടന്നു വന്നു. വന ഉഖല്ലിബു യദയ്യ, ഞാൻ എൻ്റെ രണ്ട് കൈയും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ കൈയിട്ടിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. എന്റെ കൈ തിരിച്ചു മറിച്ചു ഞാനിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ കൈകളിൽ ഏത് കൈയാണ് അല്ലാഹു മുറിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ പേടിച്ചു നോക്കുകയാണ് നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തങ്ങളാ പറഞ്ഞ വാക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായതിന്റെ പേരിൽ തങ്ങളത് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ആ വാക്കർത്ഥ പ്രകാരം ആയിഷ ബീവി അർത്ഥം വെച്ചതാണ് കൈ മുറിഞ്ഞു പോകട്ടെ എന്നല്ലേ. ആ അസീറിനെ നോക്കാതെ അശ്രദ്ധയായതിന് നബി തങ്ങൾ ദേഷ്യം പിടിച്ചു പറഞ്ഞത്. അതുകൊണ്ട് നബിയെ എന്റെ കൈ മുറിഞ്ഞു പോകുമോ, എന്റെ ഏത് കൈയാണ് മുറിയുന്നത് എന്ന് ഞാനിങ്ങനെ നോക്കുകയാണ്. അതാ ഞാനിങ്ങനെ കൈ ഇങ്ങനെ തിരിക്കാൻ കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോഴേക്കും ഹബീബിന് വേദനയായി. ആയിഷ ബീവിക്ക് അത് വേദനയായി എന്ന് തോന്നിയപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും. വീട്ടിലൊക്കെ എത്ര വലിയ പോസ്റ്റ് മാരിറ്റൽ ക്ലാസ്സുകൾ കേട്ടാലും കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് എങ്ങനെ പെരുമാറണമൊക്കെ എത്രയൊക്കെ കൗൺസിലിങ്ങോ ക്ലാസ്സൊക്കെ കേട്ടാലും ചിലപ്പോൾ നമ്മുടെ നാവെന്ന് വരാനുള്ളത് അങ്ങ് വരും. പിന്നെ ആയിരിക്കും പറഞ്ഞത് തെറ്റായി പോയല്ലേ, പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നണം എന്നാ, തെറ്റ് സംഭവിച്ചാൽ തെറ്റായി എന്ന് തോന്നണം. അതൊരു നല്ല സ്വഭാവമാണ്. എന്നിട്ട് മാപ്പ് പറയണം എന്ന് വിചാരിക്കല്ലേട്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഭാര്യയോട് പറയണം. ഭാര്യയുടെ നാവിന്നങ്ങാൻ ഇങ്ങോട്ട് വന്ന അവളും പറയണം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല കേട്ടോ, ആ സമയത്ത് അങ്ങനെ വന്നുപോയി. അങ്ങനെയൊക്കെ ഉണ്ടാവും മനുഷ്യന്മാരിലെ ധൃതിയിലും ദേഷ്യത്തിലൊക്കെ അങ്ങ് എന്തെങ്കിലും പറഞ്ഞു പോകും. ആ വാക്കുകൾ ഒരു കുത്തുപോലെ അവിടെ കിടക്കും മനസ്സിൽ. പുണ്യ നബി തങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹമിദല്ലാഹ്, മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജ് സ്വഹാബികൾക്ക് കൈമാറാനാണ്. ഖുതുബക്ക്, ജുമുഅ ഖുതുബക്ക് കയറും നബി തങ്ങൾ. ഖുതുബ അല്ലാത്ത സമയത്തും നബി തങ്ങൾ മിമ്പറിൽ കയറാറുണ്ട്. അപ്പൊ നമ്മൾ ചില സമയത്ത് കേൾക്കൂലേ, ചില റിവായത്ത് ഖുതുബന്റെ ഇടയിൽ ആളുകൾ ചോദിച്ചു, നബി തങ്ങൾ മറുപടി പറഞ്ഞു, അങ്ങനെ കേൾക്കും. തങ്ങൾ മിമ്പറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, തങ്ങൾ ഇങ്ങനെ മറുപടി പറഞ്ഞു. ആ മിമ്പറിൽ എന്നത് വെള്ളിയാഴ്ചയാണോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടാത്ത സമയം, ഒരുപക്ഷെ വെള്ളിയാഴ്ച അല്ലാത്ത സമയത്ത് നബി തങ്ങൾ മിമ്പറിൽ കയറി ആഹ്വാനങ്ങൾ ചെയ്യാറുണ്ട്. ആ സമയത്ത് ചോദിച്ച ചോദ്യമാകാം, അങ്ങനെയും അതിനൊരു വ്യാഖ്യാനമുണ്ടാകാം. എന്നല്ലാതെ മിമ്പറിൽ കയറി സംസാരിച്ചപ്പോഴൊക്കെ അത് ജുമുഅ നിസ്കാരത്തിന്റെ മിമ്പറിൽ, ജുമുഅയുടെ ഖുതുബയുടെ മിമ്പറായിരുന്നു എന്ന് എല്ലാ മിമ്പറിൽ കയറി തങ്ങൾ പറഞ്ഞതിനെയും വിശ്വസിക്കുക വയ്യ. കാരണം തങ്ങൾ പല ഘട്ടങ്ങളിലും മിമ്പറിൽ കയറി സംസാരിച്ചിട്ടുണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നബി തങ്ങൾ പറയാറുള്ളത്. ഫഹമിദല്ലാഹ് വഅസ്ന അലൈഹി. ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് വിഷമം തോന്നി. ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് ഹമിദല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതി പറഞ്ഞുകൊണ്ട് തുടങ്ങി. തങ്ങളൊരു ചെറിയൊരു കൊച്ചു ലഘു ഭാഷണം നടത്താൻ പോവുകയാണ് എന്നാണ് അതിനർത്ഥം. എന്നിട്ട് ഹബീബാ നബി തങ്ങൾ മിമ്പറിൽ കയറി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മദീന പള്ളിയുടെ ഓരങ്ങളിലുള്ള മുഴുവൻ ആളുകളും പള്ളിക്കുള്ളിലേക്ക് ഓടിക്കൂടും. എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കും. അങ്ങനെ എല്ലാവരും കയറിയിരുന്നു. പുണ്യ നബി തങ്ങൾ ഹംദും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് തങ്ങൾ കൈ ഉയർത്തി അല്ലാഹുവിലേക്ക്. എന്ന് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അല്ലാഹുമ്മ, ലോകരക്ഷിതാവായ അല്ലാഹുവേ, ഇന്നി ബശറുൻ അഗ്ളബു, പടച്ചവനെ ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ദേഷ്യം വന്നു പോകാറുണ്ട്. കമാ യഗ്ളബുൽ ബശറു, മനുഷ്യർ ദേഷ്യം പിടിക്കുന്ന പോലെ ഞാനും ദേഷ്യം പിടിക്കാറുണ്ട്. ഫഅയ്യുമാ മുഅ്മിനിൻ ഔ മുഅ്മിനത്തിൻ ദഅഉതു അലൈഹി,
ഏതെങ്കിലും ഒരു മുഅ്മിനിനോ ആണിനോ മുഅ്മിനായ പെണ്ണിനോ എതിരായി ഞാൻ എന്തെങ്കിലും നിന്നോട് ദുആയായി പറഞ്ഞു പോയ വാക്കുകൾ എന്നിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ ഫജ്അൽഹു ലഹു സകാതൻ വതുഹൂറാ. അല്ലാഹുവേ, എന്റെ പ്രാർത്ഥനക്കനുസരിച്ച് ഒന്നും നീ ഉത്തരം കൊടുത്തവർക്ക് പ്രയാസമുണ്ടാക്കരുതേ. ഞാനെങ്ങാനും അങ്ങനെ ആയിഷ ബീവിയോട് പറഞ്ഞ പോലെ നിന്റെ കൈകളൊന്ന് മുറിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കർത്ഥം അങ്ങനെയാണെങ്കിൽ അതങ്ങനെ ചെയ്യരുത് റബ്ബേ. ഫജ്അൽഹു ലഹു സകാതൻ വതുഹൂറാ. അവരുടെ ഈമാൻ വർദ്ധിക്കുവാനും അവർക്ക് തസ്കിയത്തുണ്ടാകാനും അവരുടെ ഹൃദയം ശുദ്ധിയാവാനും കാരണമാകുന്ന അമലായി മാറ്റിക്കൊടുക്കണമേ. ഞാൻ ആ പറയുന്ന വാക്കൊരിക്കലും ഒരു അദാബായി അവർക്ക് പുലർത്തരുതേ റബ്ബേ. സകിലത്ക ഉമ്മുക യാ മുആദ്. നബി തങ്ങൾ പറഞ്ഞ വാക്കുകളിൽ കാണും സകിലത്ക ഉമ്മുക. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? മേ യു മോം ലൂസ് യു. നിന്റെ ഉമ്മാക്ക് നീ നഷ്ടപ്പെടട്ടെ എന്ന ആ വാക്കിന്റെ അർത്ഥം. സകിലത്ക ഉമ്മുക, നീ മരിച്ചുപോയി നിന്റെ ഉമ്മ. സഖില, വാവിട്ട് ഒരു കുഞ്ഞ് മരിച്ചതിന് സങ്കടപ്പെട്ട് കരയുന്ന പെണ്ണിനെയാണ് സഖില എന്ന് പറയാ. സഖിലത്ക ഉമ്മുക തങ്ങളുടെ വാക്കുകളിൽ വരാറുണ്ട്. അതെന്തിനാണെന്നറിയോ? എന്താ നീ വിചാരിച്ചത് എന്ന് ചോദിക്കാൻ അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. അത്രയേ ഉള്ളൂ. അതിന് ഉമ്മ മരിക്കട്ടെ എന്നും ഒരർത്ഥമില്ല. മുആദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, പൊന്നാര നബിയെ, നമ്മൾ ഈ നാവ് കൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ നാളെ അല്ലാഹ് ചോദിക്കുമോ എന്ന് ചോദിച്ചു. നമ്മൾ പറയുന്നത് എന്തൊക്കെ പറയുന്നുണ്ട്, എത്രയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ വിസ്തരിക്കാൻ നിന്നാൽ പൊന്നാര നബിയെ നമ്മളൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ, പരാജയപ്പെടൂലേ? നമ്മൾ പറയുന്ന മഹാൻ ചോദിച്ചതാ, നമ്മൾ ഈ പറയുന്നതൊക്കെ അള്ളാഹു തആല ചോദ്യം ചെയ്യൂ നബിയെ? അപ്പൊ നബി തങ്ങൾ തിരിച്ചൊരു മറുപടി പറഞ്ഞു, മുആദേ, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? എന്റെ വാക്കർത്ഥം എന്താ? മുആദേ, നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഉമ്മ വേദനിച്ച് കരയട്ടെ, അതാണ് ആ വാക്കർത്ഥം. പക്ഷെ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത് നബി തങ്ങൾ പറഞ്ഞു, മുആദേ, നിങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾ മനസ്സിലാക്കിയോ? മനുഷ്യന്മാർ ചെയ്തു കൂട്ടിയ നാവുകൊണ്ട് പറഞ്ഞുകൂട്ടിയ വാക്കുകൾ കാരണമല്ലാതെ എന്തുകൊണ്ടാണ് ആളുകൾ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്? വാക്കുകളാണ്. മനുഷ്യൻ എഴുതുകയും പറയുകയും ചെയ്യുന്ന വാക്കുകൾ കൊണ്ട് തന്നെയാണ് അധികം ആളുകളും നരകത്തിൽ പോകുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മൈൻഡ് യുവർ വേർഡ്സ്. നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കണം. മാതെന്നവർ വിചാരിച്ചു അതിനൊന്നും ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നില്ലേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നൊന്നുമില്ലല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ആ മറുപടിയിൽ, അതുപോലെയുള്ള വാക്കുകളെ തങ്ങൾ ഈ പറയുന്ന ദുആ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചു പോകുമ്പോൾ ഒരാരുടെയും ഉമ്മ മരിക്കരുത് റബ്ബേ. ഞാൻ ആർക്ക് വേണ്ടിയാണോ പറഞ്ഞത് അവർക്ക് നീ ഹൃദയശുദ്ധിയും പരിശുദ്ധിയും പരിപാവനത്വവും ശുദ്ധിയും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, അവരെ നീ സ്ഥാനമുയർത്തി കൊടുക്കണമേ എന്നാണ് അള്ളാഹുവിനോട് നബി തങ്ങൾ ചോദിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി, നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ. അള്ളാഹു നിങ്ങൾക്ക് തസ്കിയത്തും തസ്ഫിയത്തും തുഹാറത്തും, അള്ളാഹു നിങ്ങളുടെ മനസ്സിന് ശുദ്ധിയും പരിശുദ്ധിയും വർദ്ധിപ്പിച്ചു തരട്ടെ. ആയിഷ, നിങ്ങളുടെ കയ്യൊന്ന് മുറിയിലെ കൈയൊക്കെ താഴ്ത്തി വെച്ചേക്കെന്ന് പറഞ്ഞു. എന്തേ? തങ്ങൾ ആ വാക്ക് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ നബി തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാം നമ്മൾ ചർച്ചക്കെടുത്താൽ ഒരുപക്ഷെ ഭയങ്കരമായ നിരാശ വന്നു പോകും ചില ആളുകൾക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ പടച്ചോനെ? ഇതൊക്കെ നടക്കുന്നത് തന്നെയാണോ? അതുകൊണ്ട് പല വിഷയങ്ങളും പല ഹദീസുകളും പൊതുജനങ്ങളുടെ മുമ്പിൽ വഅദുൽ ഉസ്താദുമാർ പറയൂല. എന്തേ? അത് പറഞ്ഞാൽ കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം, അങ്ങനെയാണല്ലോ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതും അവരുടെ വിവരത്തിന്റെ ലെവലനുസരിച്ച് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഹബീബായ തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഹൽ തുഹിബ്ബൂന യുകദ്ദബല്ലാഹു വറസൂലുഹു തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഓരോന്നും സത്യസന്ധമായി പുലരുക തന്നെ ചെയ്യും. ആ പറഞ്ഞത് നടന്നിരിക്കും. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പറഞ്ഞ ഒരുപാട് അടയാളങ്ങൾ അത് സംഭവിച്ചിരിക്കും, ഉറപ്പാണ്.
അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കുകൾ സംഭവിച്ചിരിക്കും, ഉറപ്പാണ്. ഇത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ പുണ്യനബി ഒറ്റയ്ക്ക് ഉണ്ടാക്കി പറയാറില്ല. അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതേ നബി തങ്ങൾ പറയൂ. ഇദാ റഅയ്ത ജിബാല മക്ക ബുഇജത് കദാഇമാ. മക്കയിലെ പർവ്വതങ്ങൾക്ക് തുരങ്കങ്ങളുള്ളത് നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ, ഹദീസിലുണ്ട്. എത്ര തുരങ്കങ്ങളുണ്ട് മക്കത്ത്? മിനാക്ക് പോകാനും അറഫയ്ക്ക് പോകാനൊക്കെ തുരങ്കുന്നില്ല. മക്കൾക്ക് ചുറ്റും ടണലല്ലേ? തങ്ങൾ പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിക്കാനുള്ള ടെക്നോളജിയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതിനർത്ഥം അല്ലേ? ഖന്തക്ക് യുദ്ധം നടന്ന സ്ഥലം നമുക്ക് വഴി ചർച്ചയിൽ വരുന്നുണ്ട്. 100 മീറ്റർ പഴയ ഖന്തക്കുണ്ടായിരുന്ന സ്ഥലം, ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു പഴയ ഖന്തക്ക് നബി തങ്ങളുടെ കാലത്തുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോൾ അടുത്ത കാലത്ത് ഒരു ടീമിന് കോൺട്രാക്ട് കൊടുത്തൊരു 100 മീറ്റർ താഴേക്ക് കുഴിക്കാൻ നോക്കിയപ്പോഴേക്കും അവരുടെ മെഷീനൊക്കെ പൊട്ടിപ്പോയി തുടങ്ങി. അങ്ങനെ നിർത്തിയിട്ട് വേറെ ടീമിന് കരാറ് കൊടുക്കാൻ തീരുമാനം. പിന്നെ സ്റ്റോപ്പ് ചെയ്തതാണ്. നോക്കണം, അന്ന് സ്വഹാബിമാർ അവരുടെ കയ്യിലുള്ള ആക്സ് കൊണ്ടും കയ്യിലുള്ള മിഅ്വൽ കൊണ്ടൊക്കെ അവരത് നേടിയെടുത്തു. സുബ്ഹാനല്ലാഹ്. 6-7 മീറ്റർ ആഴവും വീതിയും ഉണ്ടായിരുന്ന ആ ഒരു കിടങ്ങ് ഇന്ന് നമുക്ക് ടെക്നോളജി കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പ്രയാസമാണ്. പറ്റായില്ല എന്ന് പറയില്ല. കാരണം പാറ തുറക്കുന്നില്ലേ, മനുഷ്യന് ഭൂമി തുറക്കുന്നില്ലേ? പോസിബിൾ ആണ്. പക്ഷെ അത്ര ഈസി അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. പക്ഷെ തങ്ങൾ പറഞ്ഞു, മക്കയുടെ മലകൾക്ക് തുരങ്കങ്ങളുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അന്ത്യനാളിൽ അതിന്റെ നിഴല് വിരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. തങ്ങൾ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സംഭവിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, 100 കണക്കിന് അലാമാത്തു സുഗ്റ, അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങൾ 100 കണക്കിനാണ്. അലാമാത്തുൽ കുബ്ര, വിരലെണ്ണാവുന്ന കാര്യങ്ങളാണ് വലിയ വലിയ ഖിയാമത്തിന്റെ അടയാളങ്ങൾ. മസീഹ് ദജ്ജാലിന്റെ വരവും ദാബത്തുൽ അർദും മറ്റു കാര്യങ്ങളൊക്കെ, തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ എണ്ണപ്പെട്ട വളരെ ചെറിയ വലിയ അടയാളങ്ങൾ. പക്ഷെ അതിന്റെ മുമ്പുള്ള ജൂനിയർ മൈനർ സയൻസ് ഓഫ് എൻഡ് ടൈം ഒരുപാട് നമ്മൾ അത്ഭുതപ്പെട്ടു. അതിൽപ്പെട്ടത് തഖാറുബുൽ അസ്മാനി വൽ അസ്വാഖ്. സൂക്കുകൾ, അങ്ങാടികൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കി. നമ്മുടെ ആമസോൺ സൂക്കടക്കം sook.com ഉണ്ട്, ആമസോൺ ഉണ്ട്, പിന്നെ എന്തൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ നാട്ടിൽ വേറെ എന്തൊക്കെ ഉള്ളത്? കാർട്ടുകളില്ലേ? ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യന്റെ വീട്ടിലെ സോഫയിൽ കൗച്ചിലിരുന്നിട്ട് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ സാധനം ഡെലിവറി ആവുക. എവിടെയാണ് ഈ സൂക്ക് കിടക്കുന്നത്? നിങ്ങളുടെ വിരലിനുള്ളിൽ. ആവശ്യമുള്ള ഫ്രിഡും പിന്നെ മൈക്രോവേവ് ഓവനും മൊബൈൽ ഫോണും അതിന്റെ കവറും അതിന്റെ സ്റ്റിക്കറും എന്തൊക്കെ വേണോ അതിന്റെ ആക്സസറീസ് മുഴുവൻ നിങ്ങളുടെ ഫോണിൽ നിന്നുകൊണ്ട് നെക്കിയാൽ കിട്ടുന്ന അങ്ങാടി നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിനുള്ളിൽ ഒരു മാർക്കറ്റ് ഉണ്ടെന്നതിന്റെ അർത്ഥം. തഖാറുബുൽ അസ്വാഖ് വൽ അസ്മാൻ. സമയവും സൂക്കുകളും മനുഷ്യന്റെ മുമ്പിലേക്ക് അടുത്തടുത്ത് വരുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമാണ്. നമ്മൾ പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ വിചാരിച്ചോ? എത്ര അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ചോ? സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത് അല്ലേ? സമയം വളരെ പെട്ടെന്ന് ഓടുകയാണ്. എത്ര പെട്ടെന്നാണ് കല്യാണം കഴിഞ്ഞ് കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് വല്ലിപ്പയായി നമ്മളൊക്കെ മാറുന്നത്. എത്ര പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോയത്. 20-30 കൊല്ലം ജോലി ചെയ്തും അല്ലാതെയും നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോകുന്നത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ്. വളരെ പെട്ടെന്നാണ്. എൻ്റെ ചെറിയൊരു മോള് 10 വയസ്സായ മോള് സ്കൂളിൽ നിങ്ങൾ ലിഫ്റ്റിൽ ഇറങ്ങുമ്പോൾ മോള് പറയാം, അബി എത്ര പെട്ടെന്നാണല്ലേ ഈ 2024 കഴിഞ്ഞു പോയത്. നവംബർ ആവാനായല്ലേ. എനിക്ക് തോന്നുന്നു 2024 that was much more faster than before. ഞാൻ പറഞ്ഞു, മോളെ അങ്ങനെ തന്നെ, എല്ലാ സമയവും അങ്ങനെ തന്നെയാണ്. സമയം സ്പീഡിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുക, നമ്മൾ അറിയുന്നില്ല. നമുക്ക് ഏജ് ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. സമയം പെട്ടെന്ന് ഓടുകയാണ്. നമ്മൾ അത് സൂര്യന്റെ കറക്കം അങ്ങനെ തന്നെയാണ്, ഭൂമിയുടെ കറക്കവും അങ്ങനെ തന്നെയാണ്. പക്ഷെ എവിടെ ഓടുന്നത്? the way we feel it, അല്ലേ? നമ്മൾ അങ്ങനെയാണ് അതിനെ അനുഭവിക്കുന്നത്. എന്നല്ല സൂര്യന്റെ സ്പീഡ് കൂടിയിട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് ട്രെയിനിന് വന്നപ്പോൾ ട്രെയിന് 5:20 എത്തേണ്ട ട്രെയിൻ മംഗലാപുരത്ത് എത്തിയത് 4:45. അരമണിക്കൂർ നേരത്തെ എത്തിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിക്കൽ വളരെ അപൂർവമാണ് അല്ലേ? സമയം പിന്നോട്ട് സംഭവിക്കുകയോ മുന്നോട്ട് സംഭവിക്കുകയോ ഒന്നും ലോകത്ത് നടക്കുന്നില്ല. നമ്മളുടെ എക്സ്പീരിയൻസ്
നമ്മൾ അനുഭവിക്കുന്നത് ഫാസ്റ്റ് ആയിട്ടാണ്, വളരെ പെട്ടെന്ന് ഇന്നലെ കഴിഞ്ഞ പോലെ നമുക്ക് തോന്നുകയാണ്. ഇങ്ങനെയൊക്കെ തോന്നുന്ന അനുഭവങ്ങൾ അന്ത്യനാളിനോടനുബന്ധിച്ച് വരുമെന്ന് അതെന്തുകൊണ്ടാണ്? മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരു ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ. എത്രയോ ഒരു കാര്യം നമ്മൾ ചെയ്തിരുന്നത് 10 കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതൊക്കെ സാധ്യമാകത്തക്ക വിധം ടെക്നോളജിയും ട്രാൻസ്പോർട്ടേഷനും സംവിധാനങ്ങളും ഒക്കെ വളരും എന്ന് തന്നെയല്ലേ പറഞ്ഞ വാക്കിനർത്ഥം. വസദഖ റസൂലുള്ളാഹ്, പുണ്യനബി പറഞ്ഞത് സത്യമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിക്കണം, സ്പീഡാക്കണം. ഞാൻ ഇന്നലെ രാത്രി 8:30 മണിക്ക് അബുദാബിയിൽ നിന്ന് വന്ന് രാത്രി ഇന്നലെ 8:30 മണിക്ക് ലാൻഡ് ചെയ്തു മലപ്പുറത്ത്. ഒരു വയത് കഴിഞ്ഞു, രാവിലെ ഒരു വീട്ടിൽ വിശ്രമിച്ചു, സുബേസ്കാരം കഴിഞ്ഞ് തിരൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ചു, കണ്ണൂർ വന്നു, അവിടെ ഒരു കല്യാണത്തിന് കൂടി നിക്കാഹ് ചെയ്തു കൊടുത്തു, കഴിഞ്ഞ് വീണ്ടും മംഗലാപുരത്ത് വന്നു, കഴിഞ്ഞൊരു പള്ളിയിൽ ചെറിയൊരു മജ്‌ലിസ് അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തി എന്ന് പറഞ്ഞ് രാവിലെ തിരിച്ചു പോകുന്നു. ഇത്രയും കിലോമീറ്ററുകൾ നമ്മൾ എത്ര പെട്ടെന്നാണ് യാത്ര ചെയ്യുന്നു. ഇതൊക്കെ മുമ്പ് സാധിക്കുമായിരുന്നോ? ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ നിന്ന് മംഗലാപുരത്തൊക്കെ നടന്നുപോയി പിറ്റേ ദിവസമായിരിക്കും മംഗലാപുരത്ത് തിരിച്ചു വരിക, അല്ലേ? ഇന്ന് നമ്മൾ എത്ര ദൂരങ്ങളാണ് ട്രെയിനിലും ഫ്ലൈറ്റിലും കാറിലും വണ്ടിയിലും നടന്നിട്ടും അല്ലാതെയും മൾട്ടി ടാസ്കിങ് നടന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് സമയം പെട്ടെന്ന് പോകുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പൊ തങ്ങൾ സമയം പെട്ടെന്ന് കടന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ ഫീൽ ചെയ്യാൻ മാത്രം നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ടെക്നോളജിയും സംവിധാനങ്ങളും മനുഷ്യന്റെ ലൈഫ് സ്റ്റൈലും ഒക്കെ മാറിയിരിക്കും എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇതൊക്കെ 1400 കൊല്ലം മുമ്പ് പറഞ്ഞതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സംഭവിച്ചിരിക്കും. ഇനി മഹ്ദി ഇമാം വരുമെന്ന് പറഞ്ഞത്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുമെന്ന് പറഞ്ഞത്, ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു മോചനം നൽകുമെന്ന് പറഞ്ഞത്, അല്ലാഹു ഫലസ്തീനിലെ നമ്മുടെ പാവങ്ങളായ സഹോദര സഹോദരിമാർ, ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മപെങ്ങന്മാർ, നിരപരാധികളായ സിവിലിയൻസ്, അല്ലാഹുവേ നീ അവർക്ക് തുണയാ ണേ പടച്ചവനെ. അല്ലാഹു നിന്റെ കാരുണ്യം ചൊരിയണേ റബ്ബേ. യുദ്ധങ്ങൾ അവസാനിക്കണേ റബ്ബേ. അവിടെയാണെങ്കിലും യുക്രൈനിലാണെങ്കിലും ലെബനോനിലാണെങ്കിലും എവിടെയൊക്കെ ആവട്ടെ, യുദ്ധങ്ങൾ ഒരിക്കലും ആർക്കും നല്ലതല്ല. യുദ്ധങ്ങൾ ഡിസ്ട്രക്ഷൻ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പടച്ച തമ്പുരാനെ, ലോകത്ത് സമാധാനം നീ പുനഃസ്ഥാപിക്കണമേ തമ്പുരാനെ. അത് ഏത് ജാതിയും ഏത് മതവും ആരോ ആയിക്കോട്ടെ, മനുഷ്യരാണ്. മനുഷ്യരുടെ ചോര ചിന്തി കാണാൻ മാത്രം മനുഷ്യന് കൊതിയൂറുന്നത് മനുഷ്യൻ മൃഗമായി അധപ്പതിക്കുമ്പോഴല്ലയോ നമ്മൾ പേടിക്കുകയാ. തങ്ങൾ പറഞ്ഞു, ഹറജും മറജും ലോകത്ത് വർദ്ധിക്കുന്ന ഒരു കാലം വരും. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, മൽ ഹറജു വൽ മറജു യാ റസൂലല്ലാഹ്, നബിയേ, what do you mean by ഹറജ് ആൻഡ് മറജ്? എന്താണ് അതിന്റെ അർത്ഥം? ഖാല അൽ ഖത്ൽ, മർഡർ, കില്ലിംഗ് ലോകത്ത് വർദ്ധിക്കും, കൊലപാതകങ്ങൾ വർദ്ധിക്കും. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ലാ യഅരിഫുൽ ഖാതിലു ഫീമ ഖതൽ, the murderer doesn't know why he kills. എന്തിനാണ് ഒരാൾ വന്ന് ഒരാൾക്കൂട്ടത്തെ വെടിവെച്ചു കൊല്ലുമ്പോ ഞാൻ എന്തിനാണ് ഈ മനുഷ്യനെ, ഈ കുട്ടിയെ, ഈ ഉമ്മയെ, സ്വന്തം ഉമ്മയും വാപ്പയും വെടിയേറ്റ് മരിച്ച കാറിനുള്ളിൽ കിടക്കുന്ന ഫലസ്തീനി വനിത, 15 വയസ്സുള്ള മോള്, ആ മോൾക്ക് നേരെ തുരുതുര 10, 25, 30ഓളം വെടിയുണ്ടകൾ ഉതിർത്ത് ആ മോളെ കൊല ചെയ്തിട്ട് സ്വന്തം കൊച്ചുപെങ്ങൾ ബാക്കിയായപ്പോ ആ പിഞ്ചു കുഞ്ഞിനെ എടുത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തകർ കാറിലേക്ക് ഓടുമ്പോ ആ 2 പേരെയും വെടിവെച്ചിടുന്ന സൈന്യം. നമ്മൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ആ പിഞ്ചു പൈതലിനെയും തുരുതുര വെടിവെച്ചു കൊല്ലുന്ന ക്രൂരത. എന്തിന് ഈ പിഞ്ചു പൈതൽ എന്തു ചെയ്തു നിന്നോട്, ആ സൈനികനോട്? അറിയൂല. എന്തിനാ നൂറുകണക്കിന് ആളുകളുടെ തലക്ക് മീതെ വന്ന് ബോംബെറിയുന്നത് അറിയുമോ? ലാ യഅരിഫുൽ ഖാതിലു ഫീമ ഖതൽ, കൊല്ലുന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനാണ് ഇവരെ കൊല്ലുന്നത്. വലൽ മഖ്തൂലു ഫീമ ഖുതിൽ, കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല why I am being killed, എന്തിനാണ് ഇവരെന്നെ കൊല്ലുന്നത്, ഞാൻ എന്തു ചെയ്തു ഇവരോട്. അങ്ങനത്തെ കാലം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസദഖ റസൂലുള്ളാഹി, അവിടുന്ന് പറഞ്ഞത് സത്യമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ലയബ്ലുഗു ഹാദദ്ദീൻ മാ ബലഗൽ ലൈലു വന്നഹാർ, this deen, this religion will reach each and every corner of the world where there is day and night. പകലും രാത്രിയുമുള്ള ഭൂമിയുടെ ഏത് കോണിലും ഈ ദീനെത്തും. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിജി ഐലൻഡിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും ഒക്കെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യർ ഇന്ന് ലോകത്തുണ്ട്. അത്ഭുതമല്ലേ? ചൈനയിലുണ്ട്, ജപ്പാനിലുണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, യുകെയിലുണ്ട്, എല്ലായിടത്തും. അത് തുടങ്ങിയത് ഉമ്മുൽ ഖുറായിൽ നിന്നാണ്.
ഇത് ഹബീബിന്റെ വാക്കാണ്. എന്നിട്ട് പറഞ്ഞു അൽ ഖൈറു ഫിയ വഫി ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ. The goodness is in me and my nation until the end time. ലോകാവസാനം വരേക്കും എന്നിലും എൻ്റെ ഉമ്മത്തിലുമാണ് നന്മയുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഹദീസ് അങ്ങനെ തന്നെയാണ്. നമ്മൾ എണ്ണപ്പെട്ട അഫ്റാദുകൾ നമ്മൾ മോശക്കാരായിരിക്കാം, പക്ഷേ ഈ ഉമ്മത്തിൽ ഖൈറുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിലാണ് ഖൈറുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നിരാശപ്പെടേണ്ടത് ഇതൊക്കെ ഹബീബിന്റെ വാക്കുകളാണ്. ഇത് പറയുമ്പോൾ ആ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ ഇത് നബിതങ്ങൾ എന്ന ഒരു നബിതങ്ങളുടെ ബശരീയത്തിന്റെ രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നബിതങ്ങളുടെ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും നൂറിലൂടെയാണ് ആ വാക്കുകളെ നമ്മൾ കാണേണ്ടത്. അതങ്ങനെ തന്നെയായി പുലരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഏതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളുടെ ഖതഅല്ലാഹു യദൈകി എന്ന വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിട്ട് വീഴുമോ എന്ന് ബീവി പേടിച്ചരണ്ട പോലെ. എന്തേ? അത് പറഞ്ഞതാരാ? അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്വഹാബത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മാതൃക. ഈ ഈമാനിലേക്കാണ് നമുക്ക് തിരിച്ചു വരാനുള്ളത്. നമ്മൾ ആരെയും നമ്മുടെ ഒരു അസ്തിത്വമോ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു നാടിനോ ഒരു ആർക്കും ഒരു ഭീഷണിയുമല്ല ഈ ഉമ്മത്ത്. ഈ ഉമ്മത്ത് സമാധാനത്തിന്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് രക്ഷയുടെ ഉമ്മത്താണ്. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ രക്ഷയും സ്പ്രെഡ് പീസ് among you. നബി തങ്ങളുടെ മദീനയിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ പുണ്യ നബി തങ്ങൾ പറഞ്ഞ 4 വാക്കുകളിൽ അത് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ ലെജിസ്ലേഷനാണ്, ഇസ്ലാമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അത്. എന്താ പറഞ്ഞെന്നറിയോ? അയ്യുഹന്നാസ്. അവിടുത്തെ ഖസ്വ എന്ന ഒട്ടകത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് പുണ്യ നബി സംസാരിക്കാൻ തുടങ്ങുകയാണ്. ജൂതപണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം, അന്ന് അദ്ദേഹം ജൂതപണ്ഡിതനാണ്. ഹി വാസ് എ ജൂയിഷ് സ്കോളർ. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ പുണ്യനബിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ആരാണ്? എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ഇദ്ദേഹത്തിന്റെ ഇന്റലിജൻസ്, ഇദ്ദേഹത്തിന്റെ വിസ്ഡം, ഇദ്ദേഹത്തിന്റെ എലക്വൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അന്ന് ഞാൻ മുസ്ലിമല്ല, ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയ മദീനയുടെ മുറ്റം. പുണ്യനബി തങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ പൊക്കി കാണിച്ചു. ശാന്തരാകുവീൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എല്ലാവരും ശാന്തരായി. ഡെഡ് സൈലൻസ്. പിന്നെ ആരും മിണ്ടുന്നില്ല. പ്രവാചകരായി 13 കൊല്ലം കഴിഞ്ഞ് നബി തങ്ങൾ മദീനയിലേക്ക് എത്തുന്നത് 13 കൊല്ലത്തെ നബുവത്തിന്റെ ശേഷമാണ്. ആ പ്രകാശം ഹബീബിന്റെ മുഖത്തുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി ഒട്ടകപ്പുറത്തുനിന്ന് കൈ കാണിച്ചപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ ഒരു വിസിലൂതേണ്ട ആവശ്യം വന്നില്ല, എന്ന് പറയേണ്ട ആവശ്യം വന്നില്ല. അവരൊക്കെ ശാന്തരായിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സല്ലാം പിന്നീട് റളിയല്ലാഹു അൻഹുവായി മാറിയ സ്വഹാബിയാണത്. അവർ പറയാ, ഞാനിങ്ങനെ, ഈ ഹദീസ് റിവായത്ത് ചെയ്ത മഹാനാണ്, ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, എന്തായിരിക്കും ഈ പുണ്യപ്രവാചകൻ സംസാരിക്കാൻ പോകുന്നത്. അയ്യുഹന്നാസ്, ഓ മാൻകൈൻഡ്, മനുഷ്യരെ, അഫ്ശുസ്സലാം, സ്പ്രെഡ് പീസ്, സമാധാനവും സലാമും പ്രചരിപ്പിക്കുക. അത്ഇമുത്ത്വആം, ഫീഡ് പീപ്പിൾ, മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക. സിലുൽ അർഹാം, സ്ട്രെങ്തൻ യുവർ ഫാമിലി ടൈസ്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ കൂട്ടി യോജിപ്പിക്കണം. പിണങ്ങരുത്, തെറ്റിപ്പോകരുത്, ശത്രുതയുണ്ടാവരുത്. നിങ്ങൾ ചേർന്ന് നിൽക്കണം. ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ് നിങ്ങൾ. ഇത് കേൾക്കുന്നിടത്ത് ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. അതുകൊണ്ട് തങ്ങൾ അഡ്രസ് ചെയ്തത് അയ്യുഹന്നാസ്, ഓ മാൻകൈൻഡ്, ഓ പീപ്പിൾ, മനുഷ്യരെ. സ്പ്രെഡ് പീസ്, feed people, strengthen your family ties. Sallu bil layli wan nasu niyam, pray while people are asleep. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എണീറ്റ് നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, you shall enter the paradise in peace. സമാധാനത്തോടെ നിങ്ങൾ ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ വീട്ടിലേക്ക് കയറി വരും. ഇതാണ്, these are the first ever verses in the Islamic constitution. ഇതാണ് ഇസ്ലാം. സമാധാനം പ്രചരിപ്പിക്കണം, തർക്കങ്ങൾ വേണ്ട. ഔസ് ഖസ്റജ് എന്ന 2 കുടുംബം തമ്മിൽ തല്ലി ചിതറിയപ്പോ 40 കൊല്ലത്തെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യുദ്ധം വേണ്ട, നമുക്ക് വേണ്ടത് സ്നേഹമാണ്, കരുണയാണ്, ഖൈറാണ്, എംപതിയാണ്.
ഇത് പഠിപ്പിക്കാനാ പുണ്യനബി ലോകത്തേക്ക് വന്നത് സ്വല്ലല്ലാഹു. അതുകൊണ്ടൊരു മുസ്ലിം അല്ലാഹുവും റസൂലും പറഞ്ഞ പോലെ മുസ്ലിമായി ജീവിക്കുന്നതിലൂടെ ഒരു രാജ്യത്തിന് നന്മയെ ഉണ്ടാകും, അയൽപക്കങ്ങൾക്ക് നന്മയെ ഉണ്ടാകും, ഒരു സമൂഹത്തിന് സുഗന്ധമേ നൽകാൻ കഴിയും. അവരാരും തീവ്രവാദികളോ അല്ലെങ്കിൽ ഭീകരവാദികളോ ഒന്നും ആവാം, അതറിയാത്തവരും പഠിക്കാത്തവരും എങ്ങനെ പോവുകയുള്ളൂ. We are people of peace. ഇത് പഠിപ്പിക്കാനാണ് നബി തങ്ങൾ വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ അനുയായികളാണിത്. അലി റളിയല്ലാഹു അൻഹു ഒരു ശത്രുവിനെ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ടുമുട്ടി. ആ ശത്രു തന്റെ കൂടെയുള്ള അലി തങ്ങളുടെ ഒരുപാട് അനുചരന്മാരെ വെട്ടിക്കൊലപ്പെടുത്തിയ ആളാ. ആ മനുഷ്യനെ വകവരുത്താൻ ആ മനുഷ്യന്റെ നെഞ്ചത്ത് കയറി നിൽക്കുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ ആ മനുഷ്യനെ ഒന്നും ചെയ്യാതെ എഴുന്നേറ്റ് വന്ന ഹബീബിന്റെ അനുയായിയാണ് നബി തങ്ങളുടെ കസിനും അവിടുത്തെ സൺ ഇൻ ലോ ആയിരുന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. സിഹ്റു റസൂലില്ലാഹ്, പുണ്യനബിയുടെ പുതിയാപ്പിളയാണ്, ഫാത്തിമ ബീവിയുടെ പുതിയാപ്പിളയാണ്, ഹബീബായ നബി തങ്ങളുടെ മരുമോനാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് ചോദിച്ചില്ല, അലിയാരെ, നമ്മുടെ കൂടെയുള്ള എത്രയോ ആളുകളെ നിർദാക്ഷിണ്യം കൊല ചെയ്ത ഈ മനുഷ്യനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് എന്തേ നിങ്ങൾ വെറുതെ വിട്ടത് എന്ന് ചോദിച്ചപ്പോ ഈ ഹബീബിന്റെ മദ്രസയിൽ പഠിച്ച മുതഅല്ലിമാണ് അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി കേൾക്കണേ. എന്റെ സ്വഹാബികളെ, ഞാനും അയാളും തമ്മിൽ വ്യക്തിപരമായി ഒരു വൈരാഗ്യവുമില്ല. എന്റെ ആദർശത്തെയും എന്റെ വിശ്വാസത്തെയും എന്റെ നാടിനെയും എന്റെ കൂടപ്പിറപ്പുകളെയും എന്റെ കുടുംബത്തെയും എന്റെ ഫ്രീഡത്തെയും വകവരുത്താൻ വന്ന ശത്രുവിനെ ഞാൻ പടപൊരുതുമ്പോൾ ഞാൻ ആ വ്യക്തിയെയല്ല പടപൊരുതുന്നത്. ഞാൻ എന്റെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, എന്റെ വിശ്വാസത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി ഞാൻ ചെയ്ത യുദ്ധമായിരുന്നു അത്. പക്ഷേ the moment he spat on my face, എന്റെ മുഖത്തേക്ക് അയാൾ തുപ്പിയപ്പോൾ എന്റെ മനസ്സിനുള്ളിൽ അയാളോടൊരു വ്യക്തിപരമായ ദേഷ്യം അവിടെ ഉടലെടുത്തു. ഞാനെങ്ങാനും അയാളെ വകവരുത്തുകയാണെങ്കിൽ ആ വകവരുത്തുന്നത് എന്റെ മുഖത്തയാൾ കാർക്കിച്ചു തുപ്പിയ ദേഷ്യത്തിലായിരിക്കും. അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്ന ആളാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരാണെന്ന് യുദ്ധത്തിന്റെ വോർ ലോസ് ആരാണെന്ന് പാലിക്കുന്നത്? ആരാ പാലിക്കുന്നത്? കുട്ടികളെ കൊല്ലരുത്, പെണ്ണുങ്ങളെ തൊടരുത്, മഠങ്ങളിലും ഗുഹകളിലും ആരാധിച്ചു കഴിയുന്ന സെയിന്റുമാരെ തുടരുത്, ഒരു കൃഷിയെയും വെട്ടി നശിപ്പിക്കരുത്, ഒരു കർഷകരെയും ഉപദ്രവിക്കരുത്, കൃഷിയിടങ്ങളെ നശിപ്പിക്കരുത്. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന ആളുകളെ എത്രയാണോ നിങ്ങൾക്ക് പരിക്കേൽപ്പിച്ചത് അതിന് തത്തുല്യമായതേ നിങ്ങൾ ചെയ്യാവൂ, ഇല്ലെങ്കിൽ മാപ്പു ചെയ്യണം എന്ന് പറഞ്ഞ ശരീഅത്താണ് ശരീഅത്തുൽ ഇസ്ലാം. യുദ്ധത്തിന്റെ ആയത്തുകൾ പറയുമ്പോഴേ അതിന്റെ ബാക്കിയുള്ള ആയത്തുകൾ നോക്കണം. നിങ്ങൾക്ക് തത്തുല്യമായ പ്രതികാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ വൽയഅഫു, നിങ്ങൾ മാപ്പ് ചെയ്തേക്കണം, അല്ലാഹുവിനത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ദീനാ നമ്മുടെ ദീൻ. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന അറിവില്ലായ്മ കൊണ്ടാണ്, വിവരമില്ലായ്മ കൊണ്ടാണ്, വിദ്വേഷവും മുൻവിധിയും പ്രിജുഡീസ് അതുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക. പുണ്യനബി വന്നത് ആരെയും കൊല്ലാനല്ല, ജീവൻ കൊടുക്കാനാണ്. പുണ്യനബി വന്നത് ജീവൻ കൊടുക്കാനാ. അവിടുത്തെ അയൽവാസി ജൂതനായിരുന്നു, ഹബീബിന്റെ അയൽവാസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അവസാന വഫാത്താകുമ്പോഴേ ഹബീബിന്റെ വാള് ഒരു ജൂതന്റെ പീടികയിൽ നിബിതങ്ങൾ ജാമ്യത്തിന് വെച്ചു കൊടുത്തതായിരുന്നു. സാധനം ബാർലി വാങ്ങിയപ്പോ കാശ് കൊടുക്കാൻ നിബിതങ്ങളുടെ കയ്യിൽ നാണയത്തുട്ടുകളില്ലായിരുന്നു. സ്വഹീഹായ ഹദീസല്ലയോ ഇത്? എന്റെ വാൾ ഇവിടെ വെച്ചോ, എന്നാണോ നിങ്ങൾക്ക് ഞാൻ ഈ ബാർലിക്ക് തത്തുല്യമായ കാശ് തരുന്നത് അന്ന് നിങ്ങൾ എനിക്ക് തിരിച്ചെന്നാൽ മതി എന്റെ വാള്. പക്ഷേ തങ്ങൾ വഫാത്താവുകയാണ് ഉണ്ടായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുത്ത ബാർലിക്ക് പോലും പൈസ പേയ്മെന്റ് ചെയ്യാൻ ഹബീബിന് കഴിഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? ഈ നബി ലോകത്ത് ധർമ്മവും സത്യവും പ്രചരിപ്പിച്ചതേ കാശുണ്ടാക്കാനായിരുന്നുവെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നബി തങ്ങൾ അതല്ല സമ്പാദിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകാത്ത് ഇസ്ലാമിന്റെ one of the 5 pillars of Islam, ഇസ്ലാമിന്റെ 5 റുക്നുകളിൽ ഒന്നാണ്. പക്ഷേ സകാത്ത് ഹബീബായ നബിക്കോ അവിടെ അഹ്ലു ബൈത്തിനോ വാങ്ങിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ നിയമമാണ്. നോക്കി നിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓരോരുത്തരും കഴിവിന്റെ പരമാവധി സഹായിക്കണം, സഹകരിക്കണം. എല്ലാവരും നല്ലൊരു സ്വതക്ക നിങ്ങൾ നിയത്ത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ അവസാനം നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു وشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا. دان حبيب الصحابي معاذ رضوان الله عليهم أجمعين. അജമുശ്ശൈഖൈനി മുതൽ അൽ മുദാബ് വരെ. അജമുശ്ശൈഖൈൻ എന്നത് മദീനയുടെ കിഴക്കാണ്. അൽ മുദാബ് എന്ന് പറയുന്നത് മദീനയുടെ പടിഞ്ഞാറാണ്. 5000-ഓളം മുഴം നീളമുണ്ടായിരുന്ന ഖന്ദഖ് കുഴിക്കുന്ന സമയം ഏകദേശം ഒരു 3.5-4 കിലോമീറ്ററിനടുത്ത് വരും. 9 മീറ്ററോളം വീതിയുണ്ടായിരുന്ന 7 മുതൽ 10 വരെ മീറ്ററോളം ആഴമുണ്ടായിരുന്ന ഖന്ദഖ് കുഴിക്കുന്ന നേരം മുസ്ലിമീങ്ങളിൽ ഓരോ 10 മുസ്ലിമീങ്ങളും 40 മുഴം ഏകദേശം ഒരു 30-35 മീറ്ററോളം ആഴവും വീതിയും ഓരോ 10 മുസ്ലിമീങ്ങളും ചെയ്യണമെന്നായിരുന്നു ഹബീബിന്റെ നിയമം. മുഹാജിറുകളായ ആളുകൾ ഹെസ്നുൽ റാത്തിജ് മുതൽ കുഴിക്കാൻ തുടങ്ങി, ഹെസ്നുൽ ദുബാബ് വരെ. അങ്ങനെ അൻസ്വാരികളായ ആളുകൾ ഹെസ്നുൽ ദുബാബ് മുതൽ ജബൽ ഉബൈദ് വരെ അൻസ്വാരികളും കുഴിച്ചു തുടങ്ങി. കുഴി പൂർത്തിയായിരിക്കുന്നു. വളരെ തണുത്തുറഞ്ഞ ഒരു രാത്രിയായിരുന്നു അത്. അതിശക്തമായ മദീനയുടെ തണുപ്പ്. ഒരാഴ്ച കൊണ്ടാണ് 3.5 കിലോമീറ്ററോളം നീളമുണ്ടായിരുന്ന ഖന്ദഖ് സ്വഹാബിമാർ കുഴിക്കുന്നത്. ഒരാഴ്ച കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അവരുടെ ത്യാഗം എത്രയായിരിക്കും. ജെസിബികളില്ല, പാറകൾ പൊട്ടിക്കാൻ സംവിധാനങ്ങളില്ല. അവര് പരാതി പറഞ്ഞല്ലോ, നബിയേ വിശപ്പ് കൊണ്ട് വയ്യ, നബിയേ വിശപ്പ് കൊണ്ട് വയ്യ. ഞങ്ങളൊക്കെ വയറ്റത്ത് ഓരോ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് നബിയേ ഞങ്ങൾ കുഴിക്കുന്നത്. ഭക്ഷണമില്ല നബിയേ എന്ന് ഹബീബിനോട് പരാതി പറഞ്ഞപ്പോഴാണ് നബിതങ്ങളുടെ നബിതങ്ങൾ ഉയർത്തി കാണിച്ചു കൊടുക്കുമ്പോൾ 2 കല്ലുകൾ നബിതങ്ങൾ വെച്ച് കെട്ടിയിട്ടുണ്ട്. തങ്ങൾക്കും വിശപ്പ് തന്നെയാണ്. وشد من سغب أحشاءه وطوى. ഇമാം ബുസൈരി തങ്ങൾ ബുർദയിൽ പറയാണ്, وشد من سغب أحشاءه وطوى تحت الحجارة كاشحا مطرف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وشد من سغب, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അവിടുന്ന് വലിച്ചു മുറുക്കി കെട്ടിയിരുന്നുവല്ലോ. അഹ്ശാഅഹു, അവിടുത്തെ അടിവയറ്. വതവാ തഹ്തൽ ഹിജാറ, കല്ല് വെച്ച് കെട്ടിയിരുന്നുവല്ലോ അവിടുത്തെ അടിവയറ്റിൽ നബിതങ്ങൾ. കശ്ഹൻ മുത്റഫൽ അദമി, പട്ടുമെത്തയേക്കാളും മിനുമിനുത്ത മേനിയായിരുന്ന ഹബീബിന്റെ ശരീരത്തിൽ പരുപരുത്ത കല്ലുകൾ വെച്ച് കെട്ടി വിശപ്പ് സഹിച്ചവരല്ലയോ നമ്മുടെ നബി എന്ന് ഇമാം ബുസൈരി തങ്ങൾ ബുർദയുടെ വരികളാണിത്. എത്ര മനോഹരമാണെന്നറിയോ ആ വാക്കുകളൊക്കെ. അറബി അറിയുന്ന നമ്മുടെ ഉസ്താദുമാർക്ക് മുച്ചല്ലിമീങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റൂത്. എന്തൊരു മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ تحت الحجارة كشحا مطرف الأدم.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധരായ സ്വഹാബിമാർ ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ എണ്ണയിൽ കുതിർത്ത ബാർലിയാണ് അവർക്ക് കഴിക്കാനുണ്ടായിരുന്നത്. മുൻതിനുർ റായിഹ, ആ ബാർലിക്ക് ദുർഗന്ധം വമിച്ചിട്ടുണ്ട്. കാലപ്പഴക്കമുള്ള ബാർലി, അത് ഒരു എണ്ണയിൽ ഒരൽപ്പം വാട്ടിയെടുത്തത്, ചൂടാക്കിയതല്ല, എണ്ണയിൽ ഒന്ന് വരട്ടിയത്, എണ്ണയൊന്ന് പുരട്ടിയത്. അങ്ങനെ 3 ദിവസം ഭക്ഷണമില്ലാതെ ഈമാനിന്റെ ഒരു തഖ്വയുടെ, ഈമാനിന്റെ സ്വർഗലോകത്തെ കുറിച്ചുള്ള ഓർമ്മയിലാണ് അവർ ഈ പണികളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പാടുകയാണ് നഹ്നുല്ലദൂന بايعوا محمدا على الجهاد ما بقينا أبدا نحن الذين بايعوا محمدا മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തവരാണ് ഞങ്ങൾ. എന്തിനെന്നറിയോ? നബിയേ, മദീനെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ അങ്ങയുടെ കൂടെ പാറ പോലെ ഞങ്ങൾ കൂടെയുണ്ട് നബിയേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ കൈകളിൽ കൈവച്ച് ബൈഅത്ത് ചെയ്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് വിശപ്പുണ്ടോ ദാഹമുണ്ടോ, നമ്മുടെ ഈ ഡ്യൂട്ടി തീരുന്നവരെ പിന്മാറുന്ന പ്രശ്നമില്ല. നമുക്ക് എന്താ ഇതിൽ മനസ്സിലാക്കാനുള്ളത്? നമ്മുടെ നാട്ടിലൊരു പള്ളിയുടെയോ മദ്രസയുടെയോ പണി നടക്കുമ്പോൾ അത് കോൺട്രാക്ടറും പണിക്കാരും നോക്കട്ടെ. അത് അറബിയുടെ ഫണ്ടല്ലേ, മൂപ്പര് അയച്ചു തന്നാ, ഇല്ലെങ്കിൽ പള്ളിപ്പണി അവിടെ നിർത്തിയേക്കും എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ അല്ലല്ലോ നമ്മൾ വേണ്ടത്. ഒരു കല്ലെങ്കിലും, ഒരു കല്ല്, അവിടുത്തെ ഒരു വേസ്റ്റെങ്കിലും, ഒരു വേസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്ന് വാരിയിട്ടു അവിടെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ കൈ കൊണ്ട്. ഒരു പള്ളിയുടെ ഒരു പ്ലാസ്റ്ററിങ്ങോ അതിന്റെ ടൈൽ വർക്കുകളോ നടക്കുമ്പോൾ ഒരുപാട് പൊടിയുണ്ടാകും. അകപ്പള്ളി ഉപയോഗിക്കുന്നുണ്ട്, പുറത്ത് ഹൗദിന്റെ പണി നടക്കുന്നുണ്ട്. പൊടി വരുമ്പോ അതൊരു മുഅദ്ദിനെ ഏൽപ്പിക്കാതെ ആ ചുമരിന്റെയും ജനലിന്റെയും മതിലുകളിൽ തട്ടി നിൽക്കുന്ന പൊടികളൊക്കെ നമ്മുടെ കൈ കൊണ്ടൊന്ന് എടുത്തു മാറ്റാനുള്ള ഒരു സന്മനസ് പുണ്യനിബിതങ്ങൾ കട്ട വെച്ചുണ്ടാക്കിയ മസ്ജിദ് ഖുബാ, ഹബീബിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ് ഖുബാ പള്ളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖന്തഖൊന്നും നമ്മളോട് ഉണ്ടാക്കാനല്ല ദീൻ പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങൾ ആദരിച്ച് കൊണ്ടു നടക്കണം. അതെന്റെ പണിയല്ല എന്ന് പറയരുത്, നമ്മുടെയൊക്കെ പണിയാണ്. പള്ളിയിൽ ഒരു ഖാദൂറ, എന്തെങ്കിലും ഒരു അഴുക്കായ ഒരു സാധനമുണ്ടെങ്കിൽ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമാം ബുഖാരി തങ്ങൾ സമർഖന്ദിൽ എന്ത് വിഷമം കൊള്ള ബുഖാരി ഇമാമിന്റെ മഖാം റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പോയിരുന്നു, അകത്തേക്ക് കയറാൻ പറ്റിയില്ല. കോമ്പൗണ്ട് വലിയൊരു പള്ളി വരുന്നുണ്ട് അവിടെ സമർഖന്ദിലാണ് മഹാൻ അന്ത്യവിഷമം കൊള്ളുന്നത് റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവരുടെ തർജുമയിൽ, അവരുടെ ബയോഗ്രഫിയിൽ, തർജുമക്ക് രണ്ടർത്ഥമുണ്ട്. ബയോഗ്രഫി എന്ന് പറയും, ട്രാൻസ്ലേഷൻ എന്ന് പറയും. തർജുമ എന്ന് പറയുമ്പോൾ ബയോഗ്രഫി എന്നാണ്. നമ്മുടെ ഭാവികളായ ആളുകളെ സംബന്ധിച്ചുള്ള ജർഹ തഅദീലിന്റെ ബാബിലൊക്കെ തർജുമ എന്ന് പറയുമ്പോൾ അവരുടെ ബയോഗ്രഫി എന്ന, നമ്മള് ഈ വാക്കർത്ഥങ്ങളൊക്കെ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുമ്പോഴേ തർജുമയിലെന്ന് പറയുമ്പോൾ അറബിന്ന് പരിഭാഷപ്പെടുത്തിയതാണെന്ന് തോന്നിപ്പോകണ്ട എന്ന സംശയമുള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു. തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, അവരുടെ ജീവചരിത്രം. ഭാഷ വഴിമാറുന്നതിനും തർജുമ എന്ന് പറയും. അതല്ല, ഇമാം ബുഖാരി തങ്ങളെ സംബന്ധിച്ച് പറയുന്ന തർജുമയിൽ, പള്ളിയിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ബുഖാരി ഇമാം അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾ കണ്ടു. എല്ലാവരും ഇറങ്ങി എന്ന് കണ്ടപ്പോ മഹാനവറുകൾ പള്ളിയുടെ നടുവിലെങ്ങാനും ആരോ ഇട്ടുപോയിരുന്ന ചെറിയൊരു അഴുക്ക് മഹാന്റെ കൈകൊണ്ട് പുറക്കിയെടുത്ത് ആരും കാണാതെ പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുപോയി എറിയുന്നത് ഞങ്ങൾ കണ്ടു. ആളുകൾക്കിടയിൽ നിന്ന് എടുത്തില്ല, അത് ശ്രദ്ധയിൽപ്പെടണ്ടെന്ന് വിചാരിച്ച് ആളുകൾ പോകുന്നവരെ കാത്തിരുന്നു ഇമാമവറുകൾ. എന്നിട്ട് കൊണ്ടുപോയി കളഞ്ഞത് ഞങ്ങൾ കണ്ടുവെന്ന് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മള് പള്ളി, അല്ലാഹുവിന്റെ മസ്ജിദ്, നമ്മുടെ മദ്രസ, പള്ളിയില് ബാത്റൂമിൽ വെള്ളമുണ്ടോ, ഹൗദിൽ വെള്ളമുണ്ടോ, ഇമാം മുഅദ്ദിന് ബാങ്ക് കൊടുക്കാം, മനുഷ്യന്മാരെല്ലാം ചിലപ്പോൾ ഉറങ്ങിപ്പോയിന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടേക്കെങ്കിലും പോവേണ്ടി വന്നു, വീട്ടിൽ എമർജൻസിക്ക് നാട്ടിൽ പോയതാ, ബാങ്ക് വിളിക്കാൻ ആളുണ്ടോ, ഇമാമത്തിന് ആളുണ്ടോ, പള്ളിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഒരു ജിജ്ഞാസയോടുകൂടെ ഒരു ഉത്സാഹത്തോടുകൂടെ നോക്കി നടക്കാനെങ്കിലും നമുക്ക് സാധിക്കണം.
മഹാന്മാരായ എൻ്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, മസ്ജിദുമായി നമ്മുടെ മനസ്സിനൊരു ബന്ധമുണ്ടെങ്കിൽ നാളെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം അവരാണ്. മറന്നു പോകരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നഹ്നു الذين بايعوا محمدا على الجهاد ما بقينا أبدا. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, അംർ ഇബ്നുൽ ആസ് എന്നവരെ, കൈഫ കുൻതും, എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചു പോന്നിരുന്നത്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അവര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് തിന്നാൻ ഭക്ഷണം കിട്ടാത്ത സമയത്ത് അക്കലൂ ഔറാഖ അഷ്ജർ ഹത്താ തഖറഹത് അഷ്ദാഖുഹും, ചെടികളുടെ ഇലകൾ തിന്നത് കാരണം വായ മുഴുവനും മുറിവായിരുന്നു. വായ മുഴുവൻ മുറിവുകളാണ്, വ്രണങ്ങളായിരുന്നു. തിന്നാൻ പച്ച ഇലകൾ മാത്രം. ഇന്ന് ഗസയിൽ നടക്കുന്ന അവസ്ഥ അതാണ്. അല്ലാഹുമ്മ കുല്ലഹും യാ റബ്ബ്, അല്ലാഹുമ്മ കുല്ലഹും യാ റബ്ബ്, അല്ലാഹുമ്മ കുല്ലഹും വലാ തകുൻ അലൈഹിം യാ റബ്ബ്. യാ അല്ലാഹ്, കൈഫ തസ്നഊന ബിഹാ, സഅദേ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചു പോന്നിരുന്നത്? ഒരു ഈത്തപ്പഴമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അന്ന് സൈന്യത്തിന്റെ നേതാവാണ്. കാന അബൂ ഉബൈദ യുഅതീഹിം തംറതൻ തംറാ, ഒരു ഈത്തപ്പഴം കൊടുത്തു. അവരൊരു എക്സ്പെഡിഷന് പോവാൻ, അവരൊരു സൈനിക നടപടിയുടെ ഭാഗമായി യാത്രയിലാണ്. ഭക്ഷണമില്ല, ഒരു ഈത്തപ്പഴം ഞങ്ങൾക്ക് നൽകിയിരുന്നു. നമ്മുടെ കുട്ടികൾ നന്ദിയുള്ളവരാകണം, ശുക്ർ ചെയ്യണം അല്ലാഹു തന്ന നിഅമത്തിന്. നമ്മുടെ മക്കൾക്ക് മത്സ്യം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, വെറും ചിക്കൻ മാത്രം മതി, പച്ചക്കറി കഴിക്കണ്ട, ഫ്രൂട്ട്സ് വേണ്ട, ഒന്നും വേണ്ട, വെറും ചിക്കൻ. ഇങ്ങനെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മുടെ വീടുകളിലും നാടുകളിലൊക്കെ പരന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മുടെ മക്കളെ അത് കഴിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. പച്ചക്കറിയും പച്ചയിലകളും ഭക്ഷണത്തിൽ ടേസ്റ്റ് ഉള്ളതും ഇല്ലാത്തതും ഹെൽത്തിയാണോ കഴിച്ചിരിക്കണം. എനിക്കത് വേണ്ട, ഇത് മതി, ബർഗർ മതി, പിസ്സ മതി എന്ന് മാത്രം പറയുമ്പോഴേ നമ്മൾ ഓർക്കണം, ഒരു ഈത്തപ്പഴം കൊണ്ട് തിന്നിരുന്നൊരു കാലം. അബൂ ഉബൈദ തങ്ങൾ ഒരു ഈത്തപ്പഴം കൊടുക്കും സൈന്യത്തിലെ ഓരോരുത്തർക്കും. അപ്പൊ താബിഈയായ മഹാൻ ചോദിച്ചു സഅദ് എന്നവരോട്, സഅദേ വകൈഫ തസ്നഊന ബിഹാ, ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഈത്തപ്പഴം എന്നല്ല, ആ ഈത്തപ്പഴം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും. രാവിലത്തേതും ഉച്ചക്കത്തും രാത്രി ഭക്ഷണവും ഈ ഒരു ഈത്തപ്പഴമാണ്. എന്തേ നിങ്ങൾ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു. നോക്കണം, ഭക്ഷണം നമ്മുടെ തീന്മേശയിൽ ഒരുപാട് കാണുമ്പോഴേ അല്ലാഹുവിന്റെ നിഅമത്തിനെ മറന്നുപോയി നമ്മൾ എങ്ങനെയാ അതിനൊക്കെ ശുക്ർ ചെയ്യുക? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലാഹു നമ്മളോട് ചോദ്യം ചെയ്യും നിഅമത്തുകൾക്ക് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ എന്നാ. അല്ലാഹു നമ്മളെ ശാക്കിരീങ്ങളാക്കി തരട്ടെ. അല്ലാഹുമ്മ ലക്കൽ ഹംദു യാ റബ്ബ്. റബ്ബേ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുവേ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുവേ, ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. കഠിനമായ വേദനയുള്ള രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. യാ അല്ലാഹ്, നമ്മുടെ മക്കളോട് നന്ദി പറയാൻ പറയണം, ശുക്ർ പറയാൻ പറയണം, ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാൻ പറയണം. നമ്മുടെ വിവാഹങ്ങളിലും സദ്യകളിലും ഭക്ഷണം യഥേഷ്ടം വിളമ്പിയിട്ട് ബഫേ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും വാരിക്കോരി എടുക്കുകയാണ്, മല പോലെ. അത്രയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് കഴിച്ചാൽ മതി. പക്ഷേ ഒരുപാട് എടുത്തിട്ട് വേസ്റ്റ് ആക്കി കളയാ. ഒരേ ഡിഷ് തന്നെ പലതും, പല വെറൈറ്റികൾ, ഫിഷും മീറ്റും ചിക്കനും വെജിറ്റബിളും മധുരവും അല്ലാത്തതും ഒക്കെ ഒരുമിച്ചങ്ങ് കഴിക്കുക. നമ്മുടെ വയറ് മെയ്ഡ് ബൈ അല്ലാഹ്, അതുമല്ല മെയ്ഡ് ഇൻ ചൈന ഒക്കെ ആണെങ്കിൽ പോയേനെ. എപ്പോഴോ അല്ലാഹു ഉണ്ടാക്കിയതായത് കൊണ്ട് മാത്രം നമ്മുടെ ബോഡി സർവൈവ് ചെയ്യുന്നു. 50ഉം 60ഒക്കെ ആകുമ്പം ബോഡി പറയും എന്നെ കൊണ്ടാവില്ല കേട്ടോ. അപ്പോഴാ പിന്നെ ആശുപത്രിയിലേക്ക് ഓടുന്നത്. അതുവരെ ഇത് കടിച്ചിറക്കി കൊണ്ടുപോയില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ മിക്സ് ചെയ്തിട്ടാ കഴിക്കണത്. നമ്മുടെ ശരീരത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. മാംസം കഴിക്കുമ്പോൾ ആ മാംസം ദഹിപ്പിക്കാൻ ഒരു ടെമ്പറേച്ചർ നമ്മുടെ വയറിന് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പത്തിരിയും കടന്നു. അപ്പോൾ പത്തിരിയുടെ ടെമ്പറേച്ചർ അത്ര വേണ്ട. അതിൻ്റെ കൂടെ ചിക്കൻ വന്നു, ഫിഷും വന്നു, വെജിറ്റബിൾ വന്നു, പായസം വന്നു. ഇങ്ങനെ ഒരുപാട് കാർബോ, ഒരുപാട് ഗ്ലൂക്കോസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് മാനേജ് ചെയ്യാൻ പ്രയാസമുണ്ട്.
അല്ലാഹു തന്ന അമാനത്താണ്. നിങ്ങളുടെ ശരീരം നശിപ്പിക്കരുതേ. ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഒരു ഈത്തപ്പഴം കൊണ്ട് ജീവിച്ചു നമ്മുടെ ഹബീബിന്റെ സ്വഹാബിമാർ. ആരെന്നറിയോ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവര് ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. സഅദ് എന്നവരോട് ചോദിച്ചു, താബിഈ സഅദേ, ഒരു ഈത്തപ്പഴം കൊണ്ട് എന്താ നിങ്ങൾ ചെയ്തത്? കുന്നാ നമുസ്സുഹാ കമാ യമുസ്സുസ്സബി. ഒരു പിഞ്ചു പൈതൽ അമ്മിഞ്ഞ പാല് നുണയുന്ന പോലെ ഈത്തപ്പഴം ഞങ്ങൾ വായിൽ വെച്ച് നുണയും. സുമ്മ നശ്റബു അലൈഹാ മിനൽ മാ. ഒരു ഈത്തപ്പഴം കഴിക്കൂല, രാത്രിയാവുന്നവരെ കൊണ്ടുനടക്കാനുള്ളതാ. സൈന്യത്തിന് പോവാണ് ഇവര്, യുദ്ധത്തിന് പോവാൻ. ആലോചിക്കണം. ഞങ്ങളത് വായ കൊണ്ട് ഊമ്പിയെടുത്ത് അതിന്റെ മീതെ വെള്ളം കുടിക്കും. അങ്ങനെ രാത്രി വരെ ഞങ്ങൾക്കത് മതിയാകുമായിരുന്നു. രാത്രിയിൽ അത് കഴിക്കും, നാളെ ഒരു ഈത്തപ്പഴം വേറെ കിട്ടും. അങ്ങനെ ഒരു ഈത്തപ്പഴം കൊണ്ട് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് എന്ന് മഹാനായ മദീനയിലെ മദീനക്കാരായ അൻസ്വാരികളുടെ നേതാവ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആരാ? സൈന്യത്തിന്റെ നേതാവ്, ഈ ഉമ്മത്തിന്റെ അമീനായ വലിക്കുല്ലി ഉമ്മത്തിൻ അമീൻ വ അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദത ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഹബീബിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്, മഹാനവറുകളാണ്, സൈന്യത്തിന്റെ നേതാവ്. ഒരു ഈത്തപ്പഴം കൊണ്ട് ഒരു ദിവസം സർവൈവ് ചെയ്ത കഥ, അവര് ചെയ്ത ത്യാഗമാണ്. ഇതൊക്കെ നമ്മുടെ തലമുറ അറിയണം. കുട്ടികള് വ്യത്യസ്തങ്ങളായ വെറൈറ്റി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴേ ഒന്ന് അൽഹംദുലില്ലാ എന്ന് പറയാം. ബർഗർ കിട്ടിയില്ലേ അന്ന് കഴിക്കൂല, ചിക്കൻ ഇല്ലേ അന്ന് പട്ടിണിയാ. ഇങ്ങനെ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരനുഭവിച്ച് ഒരു ഈത്തപ്പഴം കൊണ്ട് ഒരു ദിവസം മുഴുവൻ കഴിച്ചു കൂട്ടിയ നമ്മുടെ പൊന്നു റസൂലിന്റെ സ്വഹാബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മക്കളെ, നമ്മളൊക്കെ അനുഭവിക്കുന്ന നിഅമത്തിന്റെ വണ്ണവും വലുപ്പവും എത്രയാണ്! എത്ര റബ്ബിന് നമ്മൾ ശുക്ർ പറയണം. കിട്ടിയത് കഴിക്കണം, ഉള്ളതിനെ പരാതി പറയരുത്, ഇല്ലാത്തതിനെ കുറിച്ച് പഴി പറയരുത്, ഉള്ളത് കൊണ്ട് ശുക്രോടെ ജീവിക്കണം മക്കളെ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട സമയമാണ്. അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സ്സാഅ. രണ്ട് വിഐപികൾ, വിഐപി പോലെ വിവിഐപികളായ രണ്ട് സ്വഹാബിമാർ അവരുടെ വീടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്തിനെന്നറിയോ? കാലറി ബേൺ ചെയ്യാനുള്ള ഓട്ടമല്ല ഇത്, ഭക്ഷണം തേടിയുള്ള ഓട്ടമാണ്. ആരായി ഓടിയതെന്നറിയോ? ആരെക്കുറിച്ചാണോ സ്വാഹിബ് റസൂലുള്ളാഹിന്റെ സ്വാഹിബ് എന്ന് പറഞ്ഞത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ വിഐപി ആരാന്നറിയോ? വിവിഐപി. അല്ലാഹുവേ, എനിക്ക് ഉമറിനെ തരണേ, ഉമറിനെ കൊണ്ടോ അംറു ഇബ്നു ഹിശാമിനെ കൊണ്ടോ ദീനിന് ശക്തി പകരണേ എന്ന് ഏതൊരാൾക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തോ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണോ ഹബീബിന്റെ കൂടെ, ഹബീബിന്റെ തൊട്ടു പിറകിലായി പരിശുദ്ധമായ പച്ചക്കുബ്ബക്കു താഴെ മദീന പള്ളിയുടെ ഹുജറത്തു ശരീഫയിൽ ആരാണോ, ഏത് രണ്ടുപേരാണോ ഹബീബിന്റെ തൊട്ടു പിറകിലായി തോളിലേക്ക് തലവെച്ച് കിടക്കുന്നത്, ആ രണ്ട് മഹാന്മാർ അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹുമാ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. ഒരു ദിവസം പുണ്യനബി ചോദിച്ചു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ, ഉമറേ സിദ്ദീഖേ, എന്തേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ കാരണം എന്ന് ചോദിച്ചപ്പോ, അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശപ്പ് കൊണ്ടാണ് നബിയേ, വിശക്കാനൊന്നും, വിശപ്പിന് വീട്ടിൽ കഴിക്കാനൊന്നുമില്ല നബിയേ, വിശപ്പ് കൊണ്ട് ഇറങ്ങി ഓടിയതാണെന്ന് സിദ്ദീഖ് തങ്ങളും ഉമർ എന്നവരും നബി തങ്ങളോട് മറുപടി പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഉമ്മത്ത് വിശപ്പ് സഹിച്ചിട്ടുണ്ട്, പക്ഷേ അവർ ഖൈറുൽ ഉമ്മയാണ്. അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായവർ.
അവർക്ക് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ സുദൃഢരാണ്, റബ്ബിന്റെ ഖളായിൽ വിശ്വസിച്ചവരാണ്, ഹബീബിന്റെ ഹദീസിനെ ശിരസാ വഹിച്ചവരാണ്. പ്രയാസങ്ങൾ ഏറെയുണ്ടായിട്ടുണ്ട്, പക്ഷേ പതറിയിട്ടില്ല. രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട സ്വഹാബിയാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. 30 കൊല്ലമാണ് പാരലൈസ് ആയി കിടന്നുപോയത്, കിടന്ന കിടപ്പിൽ. പക്ഷേ ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല. റളിയല്ലാഹു അൻഹും വറളൂ അൻഹും വറളൂ അൻഹു. അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു, അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടു. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. മദീനയിലേക്ക് പൂർണ്ണ ഗർഭിണിയായി വന്ന ഒരു മഹദിയുണ്ട്. ഹിജ്റ നടക്കുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം നടന്നപ്പോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് എല്ലാം അവിടെ ഉപേക്ഷിച്ച് ഉടുത്ത വസ്ത്രങ്ങളല്ലാതെ, കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഏതാനും ഭാരം കുറഞ്ഞ സാധനങ്ങളല്ലാതെ 500 കിലോമീറ്റർ നടക്കുന്ന നടത്തത്തിൽ അവർക്ക് ലഗേജ് കൊണ്ടുവരാൻ കഴിയൂല. 500 കിലോമീറ്റർ നടന്ന നടത്തമാണ് ഹിജ്റ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുഹറം 1 എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കലണ്ടർ ആരംഭിക്കാൻ ആസ്പദമാക്കപ്പെട്ട സംഭവം 500 കിലോമീറ്റർ കാൽനടയായി നടന്നുപോയ നടത്തമാണ്. അതാണ് ഹിജ്റ. ആ പുതുവർഷാരംഭമാണ് മുഹറം 1 എന്ന് നമ്മൾ ആചരിക്കുന്നത്. ഹിജ്റ നടന്നതോ മദീനയിലേക്ക് അവരെത്തിയതാണെങ്കിലോ റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12-നാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ മദീനയിൽ കാലുകുത്തുന്നത്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഹബീബിന്റെ ഒരു ജന്മം പോലെ ഇസ്ലാമിന്റെ ഒരു ജന്മമാണ് മദീനയിൽ നടക്കാൻ പോകുന്നത്. അതും റബീഉൽ അവ്വൽ 12 തന്നെ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ന്യൂ ഇയർ എന്ന് പറഞ്ഞ് പടക്കം പൊട്ടിച്ച് മദ്യ